കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 9ാം ദിവസവും ഒളിവിൽ തുടരുകയാണ്. രാഹുലിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. അതേസമയം രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിലെ പരാതിക്കാരിയുടെ മൊഴി SIT വൈകാതെ എടുത്തേക്കും. അനന്തകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. അനന്തൻ, ഗുഡ് മോർണിംഗ്. ഈ രണ്ടാമത്തെ പരാതിയും വളരെ ഊർജിതമായി തന്നെ അന്വേഷിക്കാൻ മുൻകൈ എടുക്കുകയാണ് SIT. ആർക്കാണ് ഇതിന്റെ ചുമതല നൽകിയിട്ടുള്ളത്? ഒപ്പം ഈ പെൺകുട്ടിയുടെ മൊഴി എടുക്കുന്നത് പൂങ്കുഴലിയാണെന്നാണ് മനസ്സിലാക്കുന്നത്, AIG പൂങ്കുഴലി. വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തന്നെ? മോത്തി, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ പരാതിക്കാരി മൊഴി നൽകാൻ തയ്യാറായതിനു പിന്നാലെ SITയുടെ വിപുലീകരണം അതിനുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. കേസിൽ അന്വേഷണ ചുമതല പൂങ്കുഴലി AIG ഹെഡ്ക്വാർട്ടേഴ്സ് കൈമാറി തീരുമാനമായിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഇന്ന് ഇറങ്ങും. മാത്രമല്ല, ഈ അന്വേഷണ സംഘത്തിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി രണ്ടാമത്തെ SIT വിപുലീകരിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയാണ് ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഏകോപിപ്പിക്കുന്നത്. ഇന്നലെ വൈകിട്ടും ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ നടന്നിരുന്നു. അതിനുശേഷം ഇന്നിപ്പോൾ അത് സംബന്ധിച്ചുള്ള ഉത്തരവുകൾ പുറത്തിറങ്ങും. അപ്പോൾ ആ പുതിയ അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലാകും ഈ യുവതിയുടെ മൊഴി എടുക്കുന്നതും മറ്റ് അന്വേഷണ നടപടികളും ആരംഭിക്കുന്നത്. മൊഴി എടുത്തു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് രണ്ടാമത്തെ SITയും കടക്കും. പക്ഷേ ആദ്യത്തെ SIT ഇതുവരെ അന്വേഷണത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടതാണ്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങും എന്നുള്ള അഭിമുഖങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം അതിന് പിന്നാലെ വന്നു. ഇതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങാനുള്ള സാധ്യതയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു. കാരണം ഹൈക്കോടതിയിൽ അവിടുത്തെ തീരുമാനം കൂടി അറിഞ്ഞതിന് ശേഷം മറ്റ് നിയമ നടപടികൾ അല്ലെങ്കിൽ കീഴടങ്ങൽ അടക്കമുള്ള നടപടികളിലേക്ക് പോയാൽ മതി എന്നാകും രാഹുലിൻ്റെ തീരുമാനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വരുമ്പോൾ ഇനി കീഴടങ്ങില്ല. ഇനി അയാൾ ഒളിവിൽ എവിടെയാണോ കഴിയുന്നത് അവിടെ തന്നെ കഴിയാനാണ് സാധ്യത. ആ ഒളിയിടം കണ്ടെത്താനുള്ള പോലീസിൻ്റെ ശ്രമം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഇതുവരെ കൃത്യമായി കണ്ടെത്തിയിട്ടില്ല. കർണാടകയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമാണ്. മാത്രമല്ല, അതിൽ ചില സ്ഥലങ്ങൾ പോലീസ് ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ പോലീസ് അവിടെ എത്തുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്ന സ്ഥിതി. അപ്പോൾ ഇന്നലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ് കർണാടകയിൽ ഒളിച്ചിരിക്കുന്നതെന്ന് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം പോലീസിന് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം അന്വേഷണ സംഘത്തിലെ ഒരു ടീം ബംഗളൂരു കേന്ദ്രീകരിച്ച് ഇപ്പോഴും അന്വേഷണം തുടരുന്നുണ്ട്. അവരവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. മാത്രമല്ല, കർണാടകയിൽ അന്വേഷണം പുരോഗമിക്കട്ടെ. എത്രയും പെട്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് എത്താൻ പോലീസിന് കഴിയട്ടെ.